ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന മത്സരത്തിലും നെയ്മർ ജൂനിയർ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപനത്തിന് മുന്നേ ഒരൊറ്റ മത്സരം മാത്രമാണ് സാന്റോസിനോടൊപ്പം നെയ്മർ ജൂനിയർക്ക് അവശേഷിക്കുന്നത്. ആ മത്സരത്തിലും നെയ്മർ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നെയ്മറെ കുറിച്ച് ഇപ്പോൾ സാന്റോസിന്റെ പരിശീലകനായ കൂക്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രസീലിയൻ ടീമിൽ നെയ്മർ ഇടം നേടാനുള്ള ഒരു സാധ്യത താൻ കാണുന്നു. കാരണം നെയ്മറുടെ പ്രകടനം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പല രീതിയിലും ബ്രസീലിയൻ ടീമിനെ സഹായിക്കാൻ നെയ്മർക്ക് സാധിക്കും എന്നൊക്കെയാണ് കൂക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് പരിശീലകരും അതുപോലെ തന്നെ CBFുമാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഓരോ മത്സരം കൂടുന്തോറും നെയ്മർ തന്റെ മികവ് വർദ്ധിപ്പിച്ചു വരികയാണ്. പഴയ പോലെ ബോളുമായി ഒറ്റയ്ക്ക് മുന്നേറി ഗോളടിക്കുന്ന ഒരു താരമല്ല നെയ്മർ ഇന്ന്. പക്ഷെ എപ്പോഴും എതിരാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ നെയ്മർക്ക് കഴിയുന്നു. പല രീതിയിലും ബ്രസീലിയൻ ടീമിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പിറകിൽ നിന്നും കളിക്കും, നല്ല പാസുകൾ നൽകും, നല്ല റണ്ണുകൾ നടത്തും, ഗോളുകൾ നേടും, വിങ്ങർ ആയിക്കൊണ്ടും പ്ലേ മേക്കർ ആയിക്കൊണ്ടും കളിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്താം. നെയ്മർ ബ്രസീലിയൻ ടീമിൽ ഇടം നേടാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് നെയ്മർ. പക്ഷെ CBF ആണ് തീരുമാനമെടുക്കേണ്ടത്. വേൾഡ് കപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. വരുന്ന ഞായറാഴ്ച നെയ്മർ മികച്ച പ്രകടനം നടത്തിയാൽ തീർച്ചയായും ബ്രസീലിയൻ ടീമിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് കൂക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം ശുഭാപ്തി വിശ്വാസിയാണ്. ബ്രസീലിയൻ ടീമിൽ നെയ്മർ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. നിലവിൽ നല്ല രൂപത്തിൽ നെയ്മർ കളിക്കുന്നുണ്ട്. അവസാനമായി കളിച്ച 18 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളും 5 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.